അടൂരിലെ ഹോട്ടലുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നഗരസഭാ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തുന്നത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംഘടനാ നേതാവിന്റെ ഹോട്ടലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പഴകിയ ഭക്ഷണം പിടികൂടിയത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, രസകരമായൊരു കാര്യമാണ് ഈ ഹോട്ടൽ തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആള് തന്നെ പഴകിയ ഭക്ഷണം കൊടുക്കുകയാണ് ആളുകൾക്ക്, അല്ലേ? അതെ കൃഷ്ണരാജ്, അതാണ് ഈ സംഭവത്തിൽ ഏറെ ശ്രദ്ധേയമായിട്ട് തോന്നിയത്. എന്തായാലും ഈ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഫുഡ് സ്പോട്ടാണ് ഈ അടൂർ ബൈപ്പാസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്ന് രാവിലെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു മിന്നൽ പരിശോധന നടന്നത്. ആ മിന്നൽ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അല്ലെങ്കിൽ കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ഫുഡ് സ്പോട്ടിലുള്ള ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളിൽ പലതിലും പഴകിയ ഭക്ഷണങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. നഗരസഭയുടെ ആരോഗ്യ വിഭാഗമാണ് ഇന്നിപ്പോൾ മിന്നൽ പരിശോധന നടത്തിയത്. പഴകിയ മീനും ഭക്ഷണവും അടക്കമാണ് പിടികൂടിയിരിക്കുന്നത്. ഒപ്പം ഈ പരിശോധന തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടലുകാരും അതിൻ്റെ ജീവനക്കാരും ഒക്കെ തന്നെ ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തുകയും തുടർന്ന് അതിന് മറ്റ് അധികാരികളുടെ പോലീസ് അടക്കമുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് വീണ്ടും ഈ മിന്നൽ പരിശോധന തുടർന്നത്. ആ പരിശോധനയിലാണ് ഈ രീതിയിൽ പഴകിയ ഭക്ഷണങ്ങൾ അത് വലിയ അളവിൽ തന്നെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അടൂരിലെ പ്രധാനമായിട്ടുള്ള SN ഹോട്ടല്, ഡിങ്കൻ്റെ തട്ടുകട, അമ്മച്ചിക്കട, ഓലപ്പന്തൽ, രാജധാനി, സൺറൈസ്, പഴങ്ങഞ്ഞിക്കട, അൽറാസി തുടങ്ങിയിട്ടുള്ള ഹോട്ടലുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പഴകിയ ഭക്ഷണം പിടികൂടിയിരിക്കുന്നത്. ഇതിൽ രാജധാനി എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് 50 കിലോ പഴകിയ മീനാണ് പിടികൂടിയിരിക്കുന്നത്. 50 കിലോയാണ്, ചെറിയ അളവല്ല. ഇതാണ് ഇത്തരത്തിൽ ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംഘടനാ നേതാവിൻ്റെ ഹോട്ടൽ കൂടിയിട്ടാണ് ഈ ഹോട്ടലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പഴകിയ മീനടക്കമുള്ളവ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. എന്തായാലും സംഭവത്തിൽ വിശദമായിട്ടുള്ള നടപടികളിലേക്ക്, കർശനമായിട്ടുള്ള നടപടികളിലേക്ക് ആരോഗ്യ വിഭാഗം കടക്കുകയാണെന്നുള്ളതാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, അടൂരിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേതാവിന്റെ ഹോട്ടലിൽ തന്നെയാണ് കൂടുതലും പഴകിയ ഭക്ഷണങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.